ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഉള്ളൊരു വിഭവമാണ്, ബ്രെഡ് പോക്കറ്റ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ഒരു 10 സ്ലൈസ് ബ്രെഡാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇത്രയും സാധനങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് സൈഡെല്ലാം കട്ട് ചെയ്ത് ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഒരു 4 മുട്ട നമുക്കിതിൽ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ ബ്രെഡ് എടുത്തിട്ട് നല്ലോണം മുട്ടയിൽ ഇങ്ങനെ മുക്കിയെടുക്കുക. 4 സൈഡും നല്ലോണം വിട്ട് പോകാണ്ട് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. സൈഡൊക്കെ നല്ലോണം ബ്രെഡ് ക്രംസ് പൊതിഞ്ഞെടുക്കണം. അങ്ങനെ ഓരോ ബ്രെഡും ഇതിലേക്ക് മാറ്റി വെക്കുക. ബ്രെഡ് മുഴുവൻ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടാണ് കേട്ടോ ഇതിലേക്ക് ബ്രെഡ് ഇടാവൂ. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലോണം ബ്രൗൺ കളറാവുന്ന വരെ പൊരിക്കണം. 2 ഭാഗവും നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനി ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. അടുത്ത ബാച്ചും ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം. നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പോക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് കാബേജ്, 3/4 കപ്പ് ക്യാരറ്റ്, 3/4 കപ്പ് വലിയുള്ളി, കുരുമുളക് പൊടി, എല്ലില്ലാത്ത ചിക്കന് പൊരിച്ച് ക്രഷ് ചെയ്ത് വെച്ചതാണ്, ഒരു 3 ടീസ്പൂണ് മയോണൈസ്, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊരിച്ച് വെച്ച ബ്രെഡ് എടുത്തിട്ട് മുറിച്ച് മാറ്റി വെക്കുക. ഇനി ബ്രെഡ് ഇതങ്ങനെ ഒരു പോക്കറ്റ് പോലെ വരും. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ രുചികരമായ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.